ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും കൂടുതൽ ചർച്ചയായ കോംബോയാണ് ജാസ്മിനും ഗബ്രിയും. ഇരുവരുടെയും സൗഹൃദം അകത്തും പുറത്തും വിമർശനങ്ങൾ നേരിടുന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെയും സഹതാരങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ഗബ്രി പുറത്താവുകയായിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ വളരെ സജീവമായിരുന്ന ഗബ്രിയുടെ പുറത്താകൽ എല്ലാവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു. ഗബ്രിയുടെ പുറത്താകൽ ജാസ്മിനെ അംഗീകരിക്കാൻ പോലും സാധിക്കുന്നതായിരുന്നില്ല. ഗബ്രി പുറത്തായെന്ന് അറിഞ്ഞതോടെ പൊട്ടിക്കരയുകയായിരുന്നു ജാസ്മിൻ. തൻ്റെ സങ്കടം ജാസ്മിനെ അടക്കി വെക്കാൻ പോലും സാധിക്കുകയുണ്ടായിരുന്നില്ല. അതേസമയം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും സൗഹൃദം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന ആരോപണം അകത്തും പുറത്തും ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് ജാസ്മിനോട് റസ്മിൻ തന്നെ ചോദിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും സംസാരത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ ചർച്ചയാവുന്നുണ്ട്. റസ്മിനെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അബിയും നോറയും അൻസബയും കൂടി ഇറക്കിയ ഗബ്രി ജാസ്മിൻ പ്രീ പ്ലാൻ ഗോസിപ്പ് ജാസ്മിനോട് നേരിട്ട് ചോദിക്കാൻ മടി കാണിക്കാത്ത റസ്മിന് അതിനൊരു ക്രെഡിറ്റ് കൊടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ജാസ്മിൻ്റെ കൂടെ ആദ്യം മുതൽ സൗഹൃദം വച്ചിരുന്ന റസ്മിന് ഈ ഗോസിപ്പ് ഡ്രാമയായി. റസ്മിൻ 2 ദിവസം മുൻപ് തന്നെ ഇത് ചോദിച്ചിനെ. അബിയും നോറയും അത് തടഞ്ഞില്ലായിരുന്നിൽ. ജാസ്മിൻ ഇന്നലെ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഈ സംശയമുള്ളത് കൊണ്ട് തന്നെ റസ്മിൻ ജാസ്മിൻ്റെ അടുത്തോട്ട് അധികം പോയില്ല. പക്ഷേ ഈ സമയം വെച്ച് അധികം ഈ മാസ്ക് ഇട്ടുകൊണ്ട് റസ്മിന് പോകാൻ സാധിച്ചില്ല എന്നും കുറിപ്പിൽ പറയുന്നു. നീയും ഗബ്രിയും തമ്മിൽ പ്രീ പ്ലാൻഡ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ച റസ്മിനോട് ജാസ്മിൻ മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു. പ്രീ പ്ലാൻഡ് ആയിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നും ഇത്രയും തെറിവിളി കേൾക്കില്ലായിരുന്നോ, എൻ്റെ ജീവിതം ഇങ്ങനെ തകരില്ലായിരുന്നോ. എന്നുവെച്ചാൽ പുറത്തു നടക്കുന്നതിൻ്റെ ഏകദേശ രൂപം അവൾക്കുണ്ട്. അവളുടെ വീട്ടുകാർ വിഷമിക്കുന്നുണ്ടെന്നും അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പാകപ്പിഴ ഉണ്ടെന്നും അവൾക്ക് വ്യക്തമാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഗബ്രി പുറത്തായതോടെ ജാസ്മിൻ്റെ ഗെയിം എന്തായിരിക്കുമെന്ന് കണ്ടറിയണം. ജിൻഡോയുമായി ഗബ്രിയുടെ പേരിൽ ജാസ്മിൻ വാക്കുതർക്കത്തിലേർപ്പെടുന്ന പ്രൊമോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്.